ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന ഈ ചാനലിലൂടെ എൻ്റെ ജീവിത അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ കർത്താവ് എനിക്ക് നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ചാനലിൻ്റെ അണിയറ പ്രവർത്തകർക്കായി പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ബോബി എന്നാണ്. എൻ്റെ സ്വന്തം ദേശം തിരുവനന്തപുരം ജില്ലയിൽ പാലോട് എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. പാരമ്പര്യമായ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഞാൻ എൻ്റെ കുഞ്ഞുകാലം മുതൽ തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടും അറിവുള്ളവനായും വളർന്നു വരുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. കടന്നുപോയിക്കൊണ്ടിരുന്ന സഭയിൽ, പള്ളിയിൽ എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായി പ്രവർത്തിച്ചിരുന്ന ഒരു ജീവിതാനുഭവം എനിക്കുണ്ട്. സഭയുടെ കമ്മിറ്റിയിലും യൂത്തിൻ്റെ നേതൃത്വത്തിലും സൺഡേ സ്കൂൾ, ബാലജന സംഘടന, ഇവിടെയൊക്കെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് എൻ്റെ കുഞ്ഞുകാലം മുതൽ തന്നെ ഒരു ആത്മീക ജീവിതം എന്തെന്ന് അതറിയില്ലെങ്കിലും ആത്മീക ജീവിതത്തിൽ കണ്ടും കേട്ടും പരിചയിച്ചും വന്ന വിഷയങ്ങളിൽ ദൈവമായുള്ള ബന്ധത്തിൽ സഹകരിച്ച് പോകുന്നതിന് എനിക്ക് ദൈവം അവസരം തന്നിരുന്നു. ജീവിതം എൻ്റെ പ്രായം കടന്നു വരുമ്പോൾ ഈ ലോകത്തിൻ്റെ സാധാരണ യൗവനക്കാർക്ക് സംഭവിക്കാവുന്ന താളപ്പിഴകൾ, ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ, അതിനോടുള്ള താല്പര്യങ്ങളൊക്കെ ഒരു യൗവനക്കാരൻ്റെ ജീവിതത്തിൽ വരാൻ കഴിയുന്നതൊക്കെ എൻ്റെയും ജീവിതത്തിൽ കടന്നു വന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമാകുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല. അങ്ങനെ ജീവിതത്തിൻ്റെ പലവിധമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഏകദേശം 1990 എൻ്റെ വീട്ടിൻ്റെ അടുക്കലായി നടന്ന ഒരു പ്രാർത്ഥനാ യോഗത്തിൽ ഡിസംബർ മാസം 30 നടന്ന ഒരു പ്രാർത്ഥനാ മീറ്റിങ്ങിൽ, 31 നടന്ന മീറ്റിങ്ങിൽ അന്ന് അവിടെ ശുശ്രൂഷിച്ച ദൈവദാസൻ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ചും അനുബന്ധമായി സംഭവിക്കേണ്ടുന്ന ന്യായവിധിയെക്കുറിച്ചൊക്കെ അദ്ദേഹം സവിസ്തരം ദൈവവചനത്തിലൂടെ സംസാരിച്ചപ്പോൾ മുൻകാലങ്ങളിൽ തന്നെ ദൈവത്തോടുള്ള സമർപ്പണവും അങ്ങനൊരു ബന്ധവും ഉണ്ടായിരുന്ന എനിക്ക് ദൈവവചനത്തിൻ്റെ സന്ദേശത്തിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ സമ്പൂർണ്ണമായി ആദ്യമായി കർത്താവിന് സമർപ്പിക്കുവാൻ ഇടയായി. 1990 ഡിസംബർ മാസം 31 ഞാൻ എന്നെ തന്നെ കർത്താവിനായി സമർപ്പിച്ചെങ്കിലും എന്നാൽ തുടർന്നുള്ള എൻ്റെ ജീവിതനാളുകളിൽ ദൈവവചനപ്രകാരം എങ്ങനെ ജീവിക്കണമെന്നറിയാത്തതിനാൽ വീണ്ടും പഴയ ജീവിതം തന്നെ തുടരുവാൻ ഇടയായി. ചില ജീവിത സാഹചര്യങ്ങളിൽ ചില അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. 1991 ഞാൻ എൻ്റെ സ്വന്തം ദേശം വിട്ട് ബോംബെയിൽ എൻ്റെ വീട്ടുകാരെ ഒന്നും അറിയിക്കാതെ നാട് വിട്ടുപോയി. അവിടെ ചില നാളുകൾ അവിടെ ടയറിൻ്റെ കമ്പനികളിൽ അതിൻ്റെ വർക്കൊക്കെ ചെയ്തു. അങ്ങനെ ചില നാളുകൾ ഞാൻ ബോംബെയിലായിരുന്നു. പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ട സമാധാനം എനിക്കൊരിക്കലും തിരിച്ച് ലഭിക്കാൻ ഇടയായി തീർന്നില്ല. കാരണം ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ യേശുവിനെ രക്ഷകനായി എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചതിന് ശേഷവും കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ആത്മീക ജീവിതം എനിക്ക് നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. സമാധാനത്തിൻ്റെ ഉറവിടമായവനെ യഥാർത്ഥമായി മനസ്സിലാക്കാത്തതിനാൽ എൻ്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയിരുന്നു. ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടപ്പോൾ ബോംബെയിൽ നിന്നും തിരികെ മടങ്ങി വീട്ടിലേക്ക് വരികയും ജീവിതം അവസാനിപ്പിക്കാം എന്ന് ചിന്തിച്ചിരുന്ന ഒരു പ്രത്യേക സമയം എനിക്കുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു സുവിശേഷകൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭവനത്തിൽ വെച്ച് നടന്ന ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ എനിക്ക് എൻ്റെ ജീവിത അനുഭവങ്ങളെ അദ്ദേഹം ദൈവവചനം പ്രസംഗിക്കുമ്പോൾ എൻ്റെ ജീവിത അനുഭവങ്ങൾ അദ്ദേഹം പരസ്യമായി അവിടെ വിളിച്ചു പറയാനിടയായി തീർന്നു. എന്നിൽ ഞാൻ മാത്രം രഹസ്യമായി സൂക്ഷിച്ചിരുന്ന എൻ്റെ ജീവിത അനുഭവങ്ങളെ മറ്റൊരു വ്യക്തി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സത്യമായിട്ടും അപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും മറച്ചു വയ്ക്കാൻ നമുക്ക് കഴിയുകയില്ല എന്ന് എനിക്ക് മനസ്സിലാക്കുകയും ഞാൻ എന്നെ തന്നെ കർത്താവിന് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിക്കുവാൻ അന്ന് ആ പകൽ നടന്ന മീറ്റിങ്ങിൽ എനിക്ക് ഇടയായിത്തീർന്നു. തുടർന്ന് ഞാൻ കർത്താവിന് വേണ്ടി എന്നെ സമർപ്പിക്കുകയും ദൈവവേലയ്ക്കായി തീരുമാനമെടുക്കുകയും ചെയ്തു. അവരോടൊപ്പം ചേർന്ന് പല തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ വ്യാപൃതനായി
പല മേഖലകളിൽ ദൈവവേല ചെയ്യാനും ഒപ്പം ദൈവവചനം പഠിക്കാനൊക്കെയും കർത്താവ് എനിക്ക് അവസരം നൽകി. ഈ ജീവിതം സന്തോഷകരമായി മുൻപോട്ട് പോകുമ്പോൾ ഒത്തിരി പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നു. സന്തോഷകരമാണെങ്കിലും ജീവിതത്തിൽ സാമ്പത്തികമായ ഞെരുക്കം, മുൻപോട്ട് പോകുവാൻ എനിക്ക് കഴിയാതെ വന്ന ജീവിത അനുഭവമൊക്കെ ഉണ്ടായി. വളരെ കഷ്ടത്തിൽ എൻ്റെ ജീവിതം മുമ്പോട്ട് കടന്നു പോയി. ഇതിനിടയ്ക്ക് 1998 ഞാൻ വിവാഹിതനായി. എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ കർത്താവ് എനിക്ക് ഭാര്യയായി നൽകി. ഞങ്ങളുടെ കുടുംബജീവിതം 98 ആരംഭിച്ചു. 99 ഡിസംബർ മാസത്തിൽ ഞങ്ങൾക്ക് ദൈവം ഒരു മകനെ നൽകി. അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് ദൈവം ഞങ്ങൾക്കൊരു മകളെ ദാനമായി തന്നു. ഞങ്ങൾ ഇവരുമായിട്ട് ഒരുമിച്ച് ജീവിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കുവാനോ അവരെ നല്ല നിലയിൽ പഠിപ്പിച്ച് കുഞ്ഞുകാലം മുതൽ തന്നെ പഠിപ്പിച്ച് വളർത്തുവാനോ ഞങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. ഞങ്ങൾ വളരെ നിരാശരായിരുന്നു. കാരണം വരുമാനം മറ്റൊന്നുമില്ല. ചെറിയ രീതിയിലൊക്കെ ടീമുകളിലൂടെയും മറ്റ് പല വ്യക്തികളിലൂടെയും ചേർന്ന് സുവിശേഷ പ്രവർത്തനങ്ങൾ, ട്രാക്റ്റുകൾ വിതരണം ചെയ്യുകയും സുവിശേഷം വ്യക്തിപരമായും വീടുകളിൽ പോയും ഒക്കെ അറിയിക്കുന്ന ആ ഒരു മിനിസ്ട്രി മാത്രമാണ് ആ സമയങ്ങളിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം ശരിയായ രീതിയിൽ നോക്കുന്നതിനോ അവർക്ക് നല്ല വസ്ത്രം കൊടുക്കാനോ അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നതിനൊന്നും കഴിയാത്ത ഒരു ജീവിതാനുഭവം എനിക്കുണ്ടായിരുന്നു. വളരെ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ഞങ്ങൾ വളരെയധികം പ്രശ്നത്തിലായി. മുൻപോട്ട് പോകാൻ കഴിയാതെ ഞങ്ങളുടെ ജീവിതം നയിക്കുവാനിടയായി. അങ്ങനെ ഇരിക്കവേ ഞാനൊരു മറ്റൊരു ജോലിയോട് ബന്ധത്തിൽ ജോലി കൂടെ ചെയ്യാം എന്ന് ചിന്തിച്ചിട്ട് ഒരു ജോലിയിൽ ഏർപ്പെട്ടു. ആ ജോലിയിൽ ധാരാളം വരുമാനം ഉണ്ടായെങ്കിലും കർത്താവിൻ്റെ വേല അവിടെ എനിക്ക് ചെയ്യുവാൻ കഴിയാതെയായി. കാരണം വേലയിലൂടെ എനിക്ക് പണം ലഭിച്ചപ്പോൾ ഞാൻ കൂടുതലും പണത്തിൻ്റെ പിന്നാലെയുള്ള എൻ്റെ യാത്രയായി. അപ്പോൾ ദൈവവേല ചെയ്തു വന്ന എനിക്ക് ദൈവവേല ചെയ്യാൻ പിന്നെ കഴിയാതെ, സമയം കിട്ടുന്നില്ല. ഫുൾ ടൈം ഞാൻ ധനസമ്പാദന മാർഗത്തിനായി മാത്രം ചെലവഴിച്ചു. അതെൻ്റെ ജീവിതത്തിൽ വളരെയധികം കഷ്ടനഷ്ടങ്ങൾ കാരണമായി. കിട്ടുന്നതിൻ്റെ പണത്തിൽ പലതും ഞാൻ ദൈവവേലയ്ക്ക് ചിലവാക്കുന്നുവെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ പണത്തെക്കാളുപരി എന്നെയായിരുന്നു എൻ്റെ കർത്താവിന് ആവശ്യമായിരുന്നത്. പക്ഷേ എനിക്കത് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ ദൈവത്തിന് സമർപ്പിച്ച വ്യക്തിയാണെങ്കിലും ദൈവവേലയ്ക്ക് എന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയാതെ വണ്ണം ഞാൻ ദൈവത്തിൽ നിന്നും വളരെ അകലെയായിരുന്നു. പണത്തിൻ്റെ പിന്നാലെ ഓടുവാനിടയായി. അങ്ങനെ ഇരിക്കെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എന്നെ മാറ്റിമറിച്ച ഒരു ജീവിത അനുഭവം എനിക്കുണ്ടായി. എൻ്റെ മൂത്ത പെങ്ങൾ, എന്നെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന എൻ്റെ മൂത്ത പെങ്ങൾ തൻ്റെ ബ്രെയിൻ പഴുത്ത് ഈ ലോകത്ത് നിന്ന് മരണത്താൽ മാറ്റപ്പെടുവാനിടയായി. ആ മരണത്തോടനുബന്ധിച്ച് എന്നെ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് നയിക്കുന്നതിന് ചേച്ചിയായിരുന്നു കാരണമായത്. എന്നാൽ ചേച്ചിയുടെ മരണം എന്നെ വല്ലാതെ ഒരു മാനസികമായ എൻ്റെ നിലയെ തെറ്റിക്കുവാൻ കാരണമായി തീർന്നു. അങ്ങനെ ജീവിച്ചു വരുമ്പോൾ ഞാൻ പിന്നെ ഇനി ദൈവവേലയ്ക്ക് പോകത്തില്ല, ഞാൻ പ്രാർത്ഥിക്കത്തില്ല, ഞാൻ ബൈബിൾ വായിക്കത്തില്ല. അങ്ങനെ ഒരു മാനസികമായി തകർന്നവനായി ഞാൻ എൻ്റെ വീട്ടിൽ രാത്രിയും പകലും പുറത്തേക്കൊന്നും ഇറങ്ങാതെ ചില മാസങ്ങൾ ഞാൻ വളരെ നിരാശനായി എൻ്റെ ജീവിതം നയിച്ച ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. എന്നോടൊപ്പം സഹകരിച്ച പല ദൈവദാസന്മാരും വന്ന് എന്നോട് പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾ ഇങ്ങനെ ഇരിക്കരുത്, നമുക്ക് പുറത്തേക്ക് പോകണം, കർത്താവിന് വേല ചെയ്യണം. ഒത്തിരി താല്പര്യത്തോടെ എന്നോട് ആവശ്യപ്പെട്ടെങ്കിലും ഞാൻ എന്തിന് ചെയ്യണം? കാരണം ഇത്രയും കാലം സൗഖ്യമാക്കുന്ന യേശുവിനെ പ്രസംഗിച്ചു, അനുഗ്രഹിക്കുന്ന, സമാധാനം നൽകുന്ന, സൗഖ്യം നൽകുന്ന, സന്തോഷം നൽകുന്ന യേശുവിനെ പ്രസംഗിച്ചു. എന്നാൽ ഞാൻ ഇനി ഇത് ആൾക്കാരോട് പറയുമ്പോൾ നിൻ്റെ കുടുംബത്തിൽ ഒരു മരണം സംഭവിച്ചിട്ട് നിൻ്റെ ദൈവത്തിന് എന്തുകൊണ്ട് അവളെ സൗഖ്യമാക്കാനോ ജീവൻ തിരികെ തരാനോ കഴിഞ്ഞില്ല? അങ്ങനെയെങ്കിൽ ആദ്യം നിൻ്റെ കുടുംബത്തിൽ നീ ഇത് ചെയ് എന്ന് സമൂഹം എന്നോട് പറയുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വേല ചെയ്യാതിരുന്നത്. മാസങ്ങളോളം ഞാൻ ഈ വേല ചെയ്യാതെ ഞാൻ വീട്ടിനുള്ളിൽ അടച്ചു പൂട്ടിയിരിക്കുന്നൊരു അനുഭവം എനിക്കുണ്ടായി. ഒരു രാത്രി ഒരു ശബ്ദം എന്നോട് സംസാരിക്കുകയാണ്. എൻ്റെ പെങ്ങളുടെ മരണത്തിൽ മനം തകർന്ന് കർത്താവിൻ്റെ വേലയിൽ അല്പം പോലും ഇറങ്ങാത്ത, പ്രാർത്ഥിക്കാത്ത, ദൈവവചനം വായിക്കാത്ത എന്നോട് ദൈവാത്മാവിൻ്റെ ചോദ്യമുണ്ടായി. നിൻ്റെ പെങ്ങളെന്ന് പറയുമ്പോൾ അവൾ എൻ്റെ മകളല്ലേ? അവളുടെ മേൽ എനിക്കല്ലേ അവകാശമുള്ളത്? നീ അവൾക്ക് വേണ്ടി എന്ത് ചെയ്തു? നിനക്കെന്ത് പറയാനാണുള്ളത്? ഒരു ചോദ്യം എന്നോടിങ്ങനെ ചോദിക്കുകയും എന്നെ ആ ചോദ്യം സമ്പൂർണ്ണമായി നിയന്ത്രിക്കുകയും ചെയ്യുകയാണ്. എനിക്ക് മറുപടിയായിട്ട് ഒന്നും പറയാൻ കഴിയാതെ വണ്ണം ആ ചോദ്യം
എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുകയുണ്ടായി. ഞാൻ ഓർക്കുന്നു, ഏകദേശം മണിക്കൂറുകളെങ്കിലും ഞാൻ ആ ദൈവ സാന്നിധ്യത്തിലായിരുന്നു. ഞാൻ അവസാനം ഇങ്ങനെ പറഞ്ഞു, അപ്പാ, എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇനി എൻ്റെ ഇഷ്ടം നടപ്പിലാകാൻ വേണ്ടി ഞാൻ ഒരിക്കലും ശഠിക്കത്തില്ല, നിർബന്ധിക്കത്തില്ല. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ അങ്ങയുടെ ഇഷ്ടം മാത്രം സമ്പൂർണ്ണമായി നടന്നാൽ മതിയെന്ന് അന്ന് രാത്രിയിൽ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ഒരു തീരുമാനം പുതുക്കുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. അന്നു മുതൽ ഞാൻ പ്രസംഗിച്ചിരുന്ന എൻ്റെ പ്രസംഗങ്ങളെല്ലാം മാറി, എൻ്റെ കാഴ്ചപ്പാട് മാറി. സൗഖ്യമാക്കാൻ യേശുവിന് കഴിയുമെങ്കിലും യേശു വന്നതിൻ്റെ ആത്യന്തിക ലക്ഷ്യം അതല്ല എന്ന് തിരിച്ചറിയാനിടയായി. പ്രസംഗിക്കേണ്ടത് എന്താണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അന്ന് രാത്രിയിൽ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. എൻ്റെ ജീവിതത്തെ ഞാൻ ഒരു പുതിയ അനുഭവത്തിലേക്ക് മാറ്റി. കർത്താവിന് ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു. ദൈവസന്നിധിയിൽ ഞങ്ങൾ കുടുംബമായി ഞാൻ ആ വിഷയത്തെ ഷെയർ ചെയ്തു, ഭാര്യയോട് ഷെയർ ചെയ്തു. ഞങ്ങൾ ഇങ്ങനെ തീരുമാനമെടുത്ത് ഇനിയുള്ള കാലം കർത്താവിൻ്റെ ഇഷ്ടം എന്തെന്ന് അറിയുക, നമ്മുടെ ഇഷ്ടത്തിനേക്കാൾ ഉപരി യേശു കർത്താവിൻ്റെ ഇഷ്ടം മാത്രം നമ്മിൽ നടന്നാൽ മതി എന്നുള്ള തീരുമാനം ഞങ്ങൾക്ക് എടുക്കുവാനിടയായി. ആ സമയങ്ങളിൽ ഞങ്ങൾ നമ്മുടെ നാട്ടിനടുക്കലുള്ള ഒരു സുവിശേഷ പ്രവർത്തകനുമായി ചേർന്ന് ഒരു ചെറിയൊരു ആത്മീക ശുശ്രൂഷകൾ പല മേഖലകളിൽ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനോടൊപ്പം ചേർന്നിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ ഒരു 1000 രൂപ വാടക കൊടുക്കുന്ന ഒരു ചെറിയൊരു വാടക വീട്ടിൽ ഞങ്ങൾ ആദ്യമായി ഞങ്ങളുടെ കുടുംബ വീട്ടിൽ നിന്ന് മാറി ഒരു ചെറിയൊരു വാടക ഭവനത്തിലേക്ക് ഞങ്ങൾ മാറുവാനിടയായി. അവിടെ ഞങ്ങൾ താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ എനിക്ക് ശാരീരികമായി അല്പം അസ്വസ്ഥതകളുണ്ടായി. എനിക്ക് അതുവരെയും ശാരീരികമായൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടില്ല. എന്നാൽ എൻ്റെ മകന്, അവൻ ചെറിയ കുഞ്ഞായിരിക്കെ അവന് പനി വന്ന് അവനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ സമയത്ത് എനിക്ക് അസഹ്യമായ ദാഹവും വളരെയധികം ക്ഷീണവും ഉണ്ടായി. അതിൻ്റെ കാരണം അന്വേഷിച്ചു. ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ എനിക്ക് ഷുഗർ എന്ന രോഗം എന്നെ പിടിച്ചിരിക്കുന്നു. അത് 495 ആണ് ആ ഷുഗറിൻ്റെ അളവ് പറഞ്ഞത്. അന്ന് തുടങ്ങി ആ ഷുഗറിൻ്റെ അസ്വസ്ഥത എൻ്റെ ജീവിതത്തിൽ കടന്നുവരികയായി. ഷുഗർ അധികരിക്കുകയും ശ്രദ്ധിക്കാതെ വന്നതിനാൽ അത് എൻ്റെ ഹൃദയത്തിലെ ബ്ലോക്കിന് കാരണമാക്കി തീർത്തു. ചില നാളുകൾ അതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ ആശുപത്രി അഡ്മിറ്റ് ആകുവാനും ആൻജിയോഗ്രാം ചെയ്യാനിടയായി. തുടർന്ന് ഷുഗർ നിയന്ത്രിച്ച് പോകണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടു. പക്ഷേ ഞാൻ ആ സമയങ്ങളിൽ ചിന്തിച്ചു, ഇതെൻ്റെ ജീവിതത്തിന് അവസാന സമയങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് ലഭിച്ചൊരു മറ്റൊരു ദർശനമുണ്ടായിരുന്നു. ഞാൻ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവരുടെ സുവിശേഷം അറിയിക്കണം എന്നൊരു ഉൾവിളി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളറകളിൽ മറ്റൊരു ദൈവദാസൻ തൻ്റെ ജീവിത അനുഭവ സാക്ഷ്യം പ്രസ്താവിക്കുന്നത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ബോധ്യമുണ്ടായി, ഞാനും ഈ സാധുക്കളുടെയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്, ദൈവം എന്നെ അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നൊരു ബോധ്യം എനിക്കുണ്ടായി. പക്ഷേ അന്ന് വർഷങ്ങൾക്ക് മുൻപാണെങ്കിലും ഞാൻ ഇതിങ്ങനെ കേട്ടു, എൻ്റെ ഉള്ളിൽ ആ ചിന്ത വന്നെങ്കിലും ഞാൻ അതിനുവേണ്ടി ഒന്നും ശ്രമിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഈ ഹൃദയ സംബന്ധമായ പ്രശ്നം വരികയും ചികിത്സിക്കുകയും ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്, എനിക്ക് അത് പൂർത്തീകരിക്കണം. ഇനി എത്ര കാലമാണ് ഞാൻ ഈ ഭൂമിയുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ കർത്താവിൻ്റെ വേല ഞാൻ പൂർണ്ണമായി ചെയ്യണം, പക്ഷേ അത് ട്രൈബൽസിനിടയിലായിരിക്കണം എന്ന് ഞാനിങ്ങനെ എൻ്റെ ഭാര്യയുമായി പങ്കുവെച്ചു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ തീരുമാനമെടുത്തു, കർത്താവിന് വേണ്ടി ദൈവം എവിടെ അയച്ചാലും ഞങ്ങൾ അവിടെ പോകാം. അങ്ങനെ ഇരിക്കവേ വയനാടിൽ ആദിവാസിയുടെയിൽ പ്രവർത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഒരു ദൈവദാസൻ എന്നോട് താല്പര്യപ്പെട്ടു. അങ്ങനെ ദൈവം അനുവദിച്ചു. സാഹചര്യം ഒരുങ്ങി വന്നപ്പോൾ ഞങ്ങൾ കുടുംബമായി വയനാടിലേക്ക് കടന്നുപോയി. എൻ്റെ മകനെയും മകളെയും, അന്ന് മകൻ 7-ൽ നിന്നും ജയിച്ച് 8-ലേക്കാകുന്നു, മോൾ 6-ൽ നിന്നും ജയിച്ച് 7-ലേക്കാകുന്നു, 5-ൽ നിന്നും ജയിച്ച് 6-ലേക്കാകുന്നു. ഈ സമയത്താണ് ഞങ്ങൾ ഇവിടെ നിന്നും വയനാടിലേക്ക് പോകുന്നത്. അവിടെ ഒരു വലിയ ഒരു കാട്ടിനകത്തുള്ള ഒരു ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മ, ചെറിയൊരു കൂട്ടം ജനം കൂടുന്ന ഒരു ചെറിയൊരു സഭാ ആരാധനയിലെ ശുശ്രൂഷയിലേക്കാണ് എനിക്കിവിടെ നിന്ന് പോകാനിടയായി തീർന്നത്. വയനാടിൽ കുടക് ജില്ലയോട് ചേർന്ന് തോൽപ്പെട്ടിക്കടുത്ത് ചേകാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള കാട്ടിനകത്തുള്ള ഒരു ചെറിയൊരു കൂട്ടായ്മ. ആ കൂട്ടായ്മയിലാണ് ഞാൻ കർത്താവിൻ്റെ വേലയിൽ ആദ്യമായിട്ടും ആ ട്രൈബൽസിൻ്റെ ഇടയിലെ പ്രവർത്തനത്തിനായി ചെല്ലുന്നത്. ദൈവകൃപയിൽ ആശ്രയിച്ച് പറയട്ടെ, വളരെ 20-23 പേര് കൂടി വരുന്ന ആ ചെറിയൊരു കൂടി വരവിൽ ഞങ്ങൾ ഏകദേശം 6-7 വർഷത്തോളം
ഞങ്ങൾ ആ ഏരിയയിൽ പ്രവർത്തിക്കാനിടയായി. നല്ലൊരു കൂട്ടം ജനം, ഏകദേശം 90-ലധികം വിശ്വാസികളെ കർത്താവിനുവേണ്ടി നേടി. നല്ലൊരു കൂട്ടത്തെ കർത്താവിന് വേണ്ടി നിലനിർത്താൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അവസരം നൽകി. ആ വനത്തിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുമ്പോൾ ധാരാളം അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പാർക്കുന്ന ആ വീടിൻ്റെ മുറ്റത്ത് കാട്ടാന വരാറുണ്ട്. ഞങ്ങളുടെ തൊട്ടടുത്ത് ചേർന്ന് നിൽക്കുന്ന പ്ലാവിൽ വന്ന് ചക്ക അത് പറിച്ചിടുകയും രാത്രിയിൽ വെളുക്കുന്നത് വരെ ഈ ആന ഞങ്ങളുടെ വീടിൻ്റെ ചുവരോട് ചേർന്നാണ് ആന നിന്ന്, ഈ പ്രത്യേകിച്ചും ചക്കയുടെയും മാങ്ങയുടെയും സമയം ആയിക്കഴിഞ്ഞാൽ രാത്രി ഞങ്ങൾക്ക് ഉറക്കമില്ല. ഞങ്ങളിവിടെ നിന്ന് ആദ്യമായി വയനാട്ടിലേക്ക് പോകുമ്പോൾ ഏകദേശം 2 മാസത്തോളം എൻ്റെ മക്കളെയോ എൻ്റെ ഭാര്യയോ സ്വസ്ഥമായി ഉറങ്ങാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. കാരണം അത്രയും പേടിയായിരുന്നു. ഒരു പക്ഷേ ഇവർ കൂർക്കം വലിക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ ശ്വാസം ഒച്ചത്തിലാകുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ആന ഞങ്ങളുടെ വീട് അടിച്ച് തകർത്ത് കയറി ആക്രമിക്കുമോ എന്നൊരു പേടി എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഭാര്യയോ മക്കളോ ഒന്ന് ഉറക്കത്തിൽ ശ്വാസം വലിച്ചുവിടുന്ന ശബ്ദം പുറത്തു വന്നാൽ ഇവരെ തട്ടി ഉണർത്തി ഞാൻ വീണ്ടും അവരെ ഉറങ്ങാൻ അനുവദിക്കും, അത് ശബ്ദം പുറത്ത് വരാതിരിക്കാൻ. അത്രയും ഭയപ്പാടോടുകൂടിയായിരുന്നു അവിടുത്തെ വേല ഞങ്ങൾ ആരംഭിച്ചത്. 2 മാസം പിന്നിട്ടു. ഞങ്ങൾക്ക് സഹായിയായി ഒരു കുടുംബം സഭയിലെ വിശ്വാസി ഉണ്ടായിരുന്നു. അദ്ദേഹം 2 മാസം കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിലേക്ക് കടന്നുപോയി. പിന്നീട് ആരുമില്ല. അന്ന് രാത്രി ഞാനൊരു തീരുമാനമെടുത്തു. ഇവിടെ ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന സാധുക്കളായിരിക്കുന്ന ദൈവജനം, ദൈവത്തെ അറിയാത്തവരുമുണ്ട്, ധാരാളം പേരുണ്ട്. ഇവരൊക്കെ ഇവിടെ ജീവിക്കുന്നില്ലേ? ഇവരെ ആനയുടെ ഇടയിലല്ലേ ജീവിക്കും? അവർക്ക് യാതൊരു സുരക്ഷിതത്വമില്ലല്ലോ. അവരുടെ ജീവൻ്റെ അതേ വിലയല്ലേ നമുക്കും ഉള്ളത്? അങ്ങനെയെങ്കിൽ ഈ ആന നമ്മളെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്ന് ചിന്തിച്ച് ഇനിയുള്ള കാലം ആരുടെയും സഹായം വേണ്ട, കർത്താവാണ് അയച്ചതെങ്കിൽ കർത്താവിൻ്റെ സംരക്ഷണം നമുക്കുണ്ടാകും എന്നുള്ള ചിന്തയിൽ ഞങ്ങൾ അവിടെ കർത്തൃവേല ആരംഭിച്ചു. ഏറെ നാളുകൾ നടന്നും ഈ കാട്ടിലൂടെയൊക്കെ നടന്നും ആനയുടെ മുമ്പിൽ പെട്ടുമൊക്കെ ഭയന്ന് ഞങ്ങൾ കോളനികൾ, ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരുടെ കോളനികൾ സന്ദർശിച്ച് അവരോട് സുവിശേഷം പറയാനും അനേകരെ കർത്താവിനെ നേടാനും ഇടയായി. ഏകദേശം അവിടെ ചെന്ന് ഒരു 6 മാസം കഴിയുമ്പോൾ ഒരു ദൈവദാസൻ എനിക്കൊരു ബൈക്ക് ദാനമായി തന്നു. പിന്നീടുള്ള യാത്രകളെല്ലാം ബൈക്കിലായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തത്. പല ദിവസങ്ങളിലും ഞങ്ങളുടെ ബൈക്ക് യാത്രയിൽ ആന ഈ റോഡിൻ്റെ വളവിൽ ആന നിൽക്കും, ഞങ്ങൾ കാണുന്നില്ല. വളഞ്ഞു കയറി ചെല്ലുമ്പോഴാണ് ആനയുടെ കാലിൻ്റെ അടുക്കലെത്താറുണ്ട്. 100 കണക്കിന് തവണ, ഏകദേശം 7 വർഷത്തോളമുള്ള ഞങ്ങളുടെ അവിടുത്തെ ജീവിതാനുഭവത്തിൽ 100 കണക്കിന് തവണകളിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഈ ആനയുടെ അടുക്കൽ ചെന്ന് പെട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം പോലും പ്രകോപനപരമായി ആന ഞങ്ങൾക്കെതിരെ തിരിയുവാൻ ദൈവം അനുവദിച്ചിരുന്നില്ല. കാരണം ദൈവം ഞങ്ങളെ അയച്ചതുകൊണ്ട്, ഞങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. എത്ര കാലം ഇവിടെ കർത്താവിൻ്റെ വേലയിൽ ഞങ്ങളായിരിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചപ്പോൾ ആ നിശ്ചയത്തിനൊത്തവണ്ണം ദൈവം തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയപ്പോഴാണ് ഞങ്ങൾക്കവിടെ അത്തരത്തിൽ ധൈര്യത്തോടെ നിൽക്കാനായിട്ട് കർത്താവ് ഞങ്ങൾക്ക് അവസരം നൽകിയത്. ധാരാളം അനുഭവങ്ങൾ, ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഞാൻ 2 തവണ കടുവയുടെ മുമ്പിൽ പെട്ടുപോയിട്ടുണ്ട്. ഒരിക്കൽ ഒരു ഒറ്റയാൻ കടുവ എൻ്റെ മുഖത്തോട് മുഖം ഏകദേശം ഒരു 6-7 അടിയോളം മാത്രം അകലത്തിൽ ഞാൻ ബൈക്കിൽ ഇറങ്ങി ചെല്ലുമ്പോൾ റോഡിൻ്റെ നടുവിൽ കടുവ എന്നെ നോക്കി നിൽക്കുന്നു. ഞാൻ പെട്ടെന്ന് വണ്ടി അവിടെ നിർത്തി. ഞാനും കടുവയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു 6-7 അടി വ്യത്യാസം മാത്രമാണ്. എനിക്ക് ഭയമൊന്നും തോന്നിയില്ല. പക്ഷേ ഈ ഒരു 10-15 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഈ കടുവ എൻ്റെ അടുക്കൽ നിന്ന് മാറി റോഡിൻ്റെ മറുവശത്ത് ഒരു കട്ടിങ്ങിലേക്ക് ചാടിക്കയറി തിരിഞ്ഞ് എന്നെ നോക്കിക്കൊണ്ട് അവിടെ നിന്നു. ഞാൻ അവിടെ നിന്ന് പാസ് ചെയ്ത് പോകുമ്പോഴാണ് എൻ്റെ നെഞ്ചിൽ നിന്നും ഒരു തീ പുറപ്പെടുന്നത്. കാരണം കടുവയുടെ മുമ്പിൽ നിന്നാണല്ലോ ഞാൻ രക്ഷപ്പെട്ടത്. കർത്താവ് എന്നെ സൂക്ഷിച്ചു എന്ന് പറഞ്ഞ് 1000 സ്തോത്രം പറഞ്ഞ് ദൈവത്തിന് മഹത്വപ്പെടുത്താൻ ദൈവമിടയാക്കി. മറ്റൊരിക്കൽ ഒരു കോളനിയിലെ രാത്രിയിലെ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ, ബൈക്കിൽ പോകുമ്പോൾ, ഒരു സൈഡിൽ ഒരു ഒറ്റയാൻ, റോഡിൻ്റെ ഒരു സൈഡ് വലതുവശത്തായിട്ട് ഒറ്റയാൻ ആനയും മറുഭാഗത്ത് 4 കടുവയും ഞങ്ങളുടെ യാത്രയുടെ റോഡിൻ്റെ വശത്തിലുമായി നിൽക്കുകയായിരുന്നു. ഇതിൻ്റെ മധ്യത്തിലൂടെ ദൈവം എന്നെ യാത്ര ചെയ്യുവാൻ പ്രാപ്തനാക്കി. ആ ദൈവം ഇന്നും ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, കർത്താവിൻ്റെ വേലയിൽ ഒത്തിരി തടസ്സങ്ങൾ, ഏകദേശം 4ഓളം കേസുകൾ ഞാൻ ആ കർത്താവിൻ്റെ വേലയിൽ അവിടെ ആയിരിക്കുമ്പോൾ സുവിശേഷ വിരോധികൾ എൻ്റെ പേരിൽ 4ഓളം കേസുകൾ കൊടുത്തിരുന്നു. ഈ 4 കേസുകൾ വരുമ്പോഴും ഞാൻ സ്റ്റേഷനിൽ പോകുന്നു, ഞാൻ അവരോട് സംസാരിക്കുന്നു. എന്നോട് പോകാൻ പറയും, എഴുതി വെച്ചിട്ട് പോകാൻ പറയും, ഞാൻ ഒപ്പിട്ടിട്ട് ഞാൻ മടങ്ങിപ്പോകും. വീണ്ടും അടുത്ത കേസ്. ഇങ്ങനെ പല കേസുകൾ എൻ്റെ പേരിൽ വന്നു. ഒരിക്കൽ പോലീസ് ഞങ്ങളുടെ ആരാധന സഭയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിരുനെല്ലി സ്റ്റേഷനിലെ പോലീസ് SIയും
ഒരു 6-7ഓളം പോലീസുകാരും വന്ന് ഞങ്ങളുടെ ആരാധനയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് സഭയ്ക്കുള്ളിലേക്ക് കയറി വരുന്ന നിലയിലേക്ക് വന്നു. വിശ്വാസികളെല്ലാം ചേർത്ത് നിൽക്കുകയും ഞങ്ങളുടെ പാഴ്സണേജിൽ കൊണ്ടുപോയി അവരുമായി സംസാരിക്കാനും ഇടയായിത്തീർന്നു. അങ്ങനെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നിന്നപ്പോൾ ഒത്തിരി പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു എങ്കിലും ഈ പ്രതിസന്ധികളൊന്നും ഞങ്ങളെ തളർത്തുവാൻ ദൈവം ഇടയാക്കിയില്ല. ഈ പ്രതിസന്ധികളൊക്കെ ക്രിസ്തുവിൽ വളരാനും ക്രിസ്തുവിൽ പ്രയോജനപ്പെടുവാനും അധികം ധൈര്യത്തോടെ നിൽക്കാനും ഞങ്ങളെ ധൈര്യപ്പെടുത്തി എന്നുള്ളതിൽ ഞാൻ ഇന്നും ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. ഞാൻ 2014 ഇവിടെ നിന്ന് വയനാട്ടിലേക്ക് പോകുന്നത്. ഇന്ന് 12 വർഷം, 13ാമത്തെ വർഷം ഞാൻ വയനാട്ടിൽ തന്നെ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഇന്ന് സുൽത്താൻ ബത്തേരി കേന്ദ്രീകരിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഒരു കൂട്ടം ജനം പുതിയ 2 വർഷമായിട്ട് ആ ഏരിയയിൽ പ്രവർത്തിക്കുന്നു. ട്രൈബൽസിനെ ലക്ഷ്യമിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അവിടുത്തെ പ്രവർത്തനത്തിൽ എനിക്ക് ഏകദേശം 30ഓളം വിശ്വാസികളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനും അവരെ സ്നാനപ്പെടുത്തി ദൈവസഭയുടെ അംഗമാക്കി മാറ്റുവാനും ദൈവവചനം പഠിപ്പിച്ച് കർത്താവിന് പ്രയോജനമുള്ളവരാക്കി മാറ്റാനും ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഒത്തിരി വിശ്വാസികളുടെ ജീവിതാനുഭവം വളരെ കഷ്ടകരമാണ്. അവരുടെ ജീവിതം വളരെ വേദന നൽകുന്നതാണ്. പലപ്പോഴും ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന ഒത്തിരി സഹായങ്ങളൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും ഇവരുടെ അടുക്കൽ ഒരു സഹായവും എത്തുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായിരിക്കുന്നത്. അവരുടെ വളരെ ബുദ്ധിമുട്ടുണ്ട്. പലപ്പോഴും ആരാധനയ്ക്ക് വരാൻ പോലും അവർക്ക് വണ്ടിക്കൂലി ഇല്ലാതെ അവർ ഭാരപ്പെടുമ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലായ്മയിൽ നിന്ന് പോലും ഞാൻ അവരെ സഹായിച്ചാണ് അവർ കർത്താവിൻ്റെ വേലയിൽ ആരാധനയിൽ പങ്കുചേരുന്നത്. അത്തരത്തിൽ കർത്താവിന് വേണ്ടി അവിടെ പ്രവർത്തിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. പല മേഖലയിൽ ഞാൻ പല സഭകളിൽ മാറി മാറി ഇന്ന് ശുശ്രൂഷിക്കുകയും ഔട്ട് സ്റ്റേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ പുതിയ സഭകൾ സ്ഥാപിക്കാൻ അന്നും ദൈവം കൃപ നൽകി. ഇന്നും എൻ്റെ ജീവിത ലക്ഷ്യം പുതിയ പുതിയ ഫീൽഡുകൾ കണ്ടെത്തുക, പുതിയ പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക, അനേകരെ കർത്താവിനായി നേടുക, അവരെ നിത്യതയ്ക്കായിട്ട് ഒരുക്കുവാനാണ് എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്. കർത്താവ് ഞങ്ങളുടെ ജീവിതം ഇത്രത്തോളം അനുഗ്രഹിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഭാര്യ, എൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുന്നത് നല്ല പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പരാജയങ്ങൾ വരുമ്പോൾ എന്നെ തിരുത്താറുണ്ട്. ഞാൻ അത് കേൾക്കുമ്പോൾ അത്രത്തോളം ഗണ്യമാക്കുന്നു എന്ന് ഞാൻ കാണിക്കാറില്ലെങ്കിലും എനിക്കത് എന്നെ പലപ്പോഴും സ്വാധീനിച്ചിട്ടുണ്ട്. എന്നെ പലപ്പോഴും തിരുത്തുന്നത്, ഞാൻ പറയുന്നതിൽ, വചനം സംസാരിക്കുന്നതിൽ, വ്യക്തികളോട് ഇടപെടുന്നതിൽ, എന്നെ തിരുത്തുന്നതിൽ എൻ്റെ ഭാര്യ എനിക്ക് വളരെ സഹായിയായിരുന്നു. മാത്രമല്ല ഞങ്ങളുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ എൻ്റെ സഭയിൽ വരുന്ന ജനത്തെ ഒരു പക്ഷേ ഞാൻ അവരെ വഴക്ക് പറഞ്ഞാൽ എൻ്റെ ഭാര്യ അവരെ വഴക്ക് പറയത്തില്ല, അവരെ ചേർത്തണയ്ക്കും. ഞാൻ വഴക്ക് പറയും, എൻ്റെ ഭാര്യ അവരെ ചേർത്തണയ്ക്കും. അതുകൊണ്ടാണ് ഞങ്ങളുടെ മിനിസ്ട്രി വളരുവാനും അനേകരെ നേടാനും കഴിഞ്ഞത്. സ്തോത്രം. ഞാൻ അവരോട് വഴക്ക് പറഞ്ഞാൽ വളരെ പേടിയാണ് അവർക്ക് എന്നെ, എന്നാലും എൻ്റെ ഭാര്യ അവരെ ചേർത്ത് പിടിക്കും. അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട 2 മക്കളെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നു. അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി. മോനിപ്പം 26 വയസ്സ് പ്രായമായി. അവൻ്റെ അത്യാവശ്യ വിദ്യാഭ്യാസമൊക്കെ അവൻ നല്ല രീതിയിൽ ചെയ്തു. ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. കർത്താവിൻ്റെ വേലയിൽ, മിനിസ്ട്രിയിൽ എനിക്ക് വളരെ സഹായിയാണ്. സഭായോഗത്തിൽ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതും ഒക്കെ എൻ്റെ മോനാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ മോള്, അവൾ MSc കഴിഞ്ഞിട്ട് ഇപ്പോൾ നെറ്റിൻ്റെ കോച്ചിങ് കഴിഞ്ഞു, എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ടിനായി കാത്തു നിൽക്കുന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട 2 മക്കൾ, അനുസരണയുള്ള ദൈവഭയമുള്ള 2 മക്കളെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മയാണ്. ഈ ലോകത്തിലെ മറ്റൊന്നും ലക്ഷ്യമിട്ടുകൊണ്ടല്ല ഞാൻ ഈ വേല ചെയ്യുന്നത്. ഒന്നുമില്ലായ്മയിലും അന്ത്യത്തോളം കർത്താവിൻ്റെ വേലയിൽ വിശ്വസ്തനായിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പുതിയ പ്രവർത്തന മേഖലയിൽ ഞങ്ങൾ ഇപ്പോഴും വാടക കെട്ടിടത്തിലാണ് ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു ആഗ്രഹം, പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ അറിയിക്കുന്നത്, ഞങ്ങൾക്കവിടെ അല്പമായി സ്ഥലം വാങ്ങി ഒരു പ്രാർത്ഥനാലയം പ്രാർത്ഥിക്കാൻ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥനാലയം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ വയനാടിലെ പ്രവർത്തനങ്ങൾ, ട്രൈബൽസിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ, അത് ഓരോ നിമിഷവും വളരാൻ, അനേകരെ കർത്താവിനായി നേടിയെടുക്കാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണം. ഏത് സാഹചര്യങ്ങളിലും കർത്താവിനോടൊപ്പം പറ്റിച്ചേർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇനിയും ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. എനിക്ക് ഈ അവസരം നൽകി എൻ്റെ അനുഭവ സാക്ഷ്യം പരസ്യപ്പെടുത്താനായിട്ട് അവസരം നൽകിയ ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന ഈ ചാനലിനോടുള്ള നന്ദി, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതോട് നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിന് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ.